ഇപ്പോൾ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനുമായും ശ്രീ ഉപനേതാവ് ശ്രീ പി.കെ. കുഞ്ഞാലിക്കുട്ടിയുമായി സംസാരിച്ച ശേഷമാണ് ദീർഘകാലത്തെ എനിക്ക് അടുപ്പവും ബന്ധവുമുള്ള ശ്രീ പി.വി. അൻവറുമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയത്. ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഞാനാണ് അദ്ദേഹത്തെ ജില്ലാ വൈസ് പ്രസിഡന്റാക്കി നിയമിച്ചത്. അന്ന് മുതലുള്ള 40 വർഷക്കാലത്തെ ബന്ധമാണ്. ശ്രീ പി.വി. അൻവർ നിലമ്പൂർ നിയമസഭാ സാമാജികത്വം രാജിവെച്ചുകൊണ്ട് അദ്ദേഹം എടുത്ത നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരായിട്ടായിരുന്നു. പിണറായിസത്തിനെതിരായിട്ടാണ് അദ്ദേഹം നിലപാട് സ്വീകരിച്ചത്. അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ച വ്യക്തി ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായും UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം. അപ്പോൾ അതനുസരിച്ചാണ് ഞങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത്. UDFിലെ സ്ഥാനാർത്ഥിയായി ശ്രീ ആര്യാടൻ ഷൌക്കത്തിനെ കോൺഗ്രസ് പ്രസിഡന്റ് നിയോഗിച്ച സന്ദർഭത്തിൽ അതിനെ പിന്തുണയ്ക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനുമുണ്ട്. കാരണം അദ്ദേഹം UDF പ്രവേശനത്തിന് വേണ്ടി കത്ത് നൽകിയിരിക്കുന്ന സാഹചര്യമാണ്. അപ്പൊ UDF ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോൾ UDFിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു പാർട്ടി എന്ന നിലയിൽ അവർ പിന്തുണയ്ക്കും എന്നുള്ള വിശ്വാസമായിരുന്നു ഞങ്ങൾക്കുണ്ടായത്. പക്ഷെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം സ്ഥാനാർത്ഥി അംഗീകരിക്കുന്ന കാര്യത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിക്കുന്നില്ല. കഴിഞ്ഞ 2-3 ദിവസക്കാലമായി നിരന്തരമായി അദ്ദേഹവുമായും മറ്റ് നേതാക്കന്മാരുമായി ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പൊ UDFിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ആര്യാടൻ ഷൌക്കത്ത് പ്രചരണ രംഗത്താണ്. ആ പ്രചരണ രംഗത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥിയെ ശ്രീ അൻവറിന് അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അദ്ദേഹവുമായിട്ടുള്ള ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്ന കൺക്ലൂഷനിലാണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം UDF പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തെയുമായിട്ട് എങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗത്ത് മുന്നോട്ട് പോകും? അവസാനം വരെ അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരായി നിലമ്പൂരിൽ ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൌക്കത്ത് വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൂട്ടായി ആലോചിച്ച് തീരുമാനിക്കുന്നതാണ്. വി.ഡി. സതീശനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ആക്രമിക്കുന്നത് ശരിയായ നടപടിയല്ല. പ്രതിപക്ഷ നേതാവ് എന്നോടും പ്രധാന നേതാക്കന്മാരോടും അതോട് UDFിലെ ഘടകകക്ഷികളോടും എല്ലാം ആലോചിച്ചിട്ടാണ് ഓരോ കാര്യവും തീരുമാനിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള കേരള സമൂഹത്തിന്റെ മുമ്പിൽ ശ്രീ പി.വി. അൻവർ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് ഉള്ള പ്രസക്തി ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അപ്പൊ അതുകൊണ്ട് എനിക്കിപ്പോഴും അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് UDFിന്റെ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിയെ അംഗീകരിച്ചുകൊണ്ട് UDFിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് വ്യക്തമായി സൂചിപ്പിക്കുകയുണ്ടായി, ഇന്നും എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി, ആ സ്ഥാനാർത്ഥി അംഗീകരിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റിനകം UDFിന്റെ അസോസിയേറ്റ് അംഗമായി അദ്ദേഹത്തെ പ്രഖ്യാപിക്കാം. ഒരു സംശയവും ആ കാര്യത്തിലില്ല. ഞങ്ങൾ എല്ലാവരും അതിനുവേണ്ടി തന്നെയാണ് നിൽക്കുന്നത്. ശ്രീ കുഞ്ഞാലിക്കുട്ടിയുമായും വി.ഡി. സതീശനുമായും കഴിഞ്ഞ 3 ദിവസക്കാലം നിരന്തരമായി സംസാരിച്ച് അൻവറുമായി സംസാരിച്ച ശേഷം ഇതൊരു പരിസമാപ്തിയിലേക്ക് എത്തിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് വീണ്ടും അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മുടെ സംസ്ഥാനത്തിന്റെ വിശാല താൽപര്യത്തിന് വേണ്ടി, ജനങ്ങളുടെ താൽപര്യത്തിന് വേണ്ടി, UDFിന്റെ വിജയത്തിന് വേണ്ടി, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വൻപിച്ച വിജയം നേടാൻ വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള വഴി ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. അതിന് അദ്ദേഹം തയ്യാറായാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകും. അത് ഞങ്ങൾ കൂട്ടായി എടുത്തിട്ടുള്ളൊരു തീരുമാനമാണ്. അല്ലാതെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാതെ ഞങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തെ മുന്നണിയിൽ പ്രവേശിപ്പിക്കുന്നത്? അതൊരു സ്വാഭാവികമായ ചോദ്യമല്ലേ? അപ്പൊ ആ ചോദ്യത്തിന് മറുപടി പറയാൻ അദ്ദേഹം തയ്യാറാകേണ്ടതല്ലേ? ഇന്നും ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം അതിന് തയ്യാറാകണം എന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളിലൂടെ തന്നെ ഞാൻ അദ്ദേഹത്തോട് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. കാരണം ജനാധിപത്യ കേരളം ആഗ്രഹിക്കുന്നത്
നിലമ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കനത്ത പ്രഹരം ഏൽപ്പിക്കണം, UDF-ന് വൻപിച്ച വിജയമുണ്ടാകണം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അൻവർ തന്നെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വിഷയങ്ങൾ ജനമധ്യത്തിൽ ഉയർന്നു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നിലമ്പൂരിലെ മുൻ MLA എന്ന നിലയിൽ അദ്ദേഹം UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അല്ല, അനുനയെ നീക്കാൻ കഴിഞ്ഞ 3 ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അപ്പൊ അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, പിന്നെ ഒരു കാര്യം എനിക്ക് പറയാം, പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്ക് എന്താ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ഒരു ദിവസം 2-3 തവണ പരസ്പരം സംസാരിച്ചാണ്. എന്നോട് മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസിന്റെയും UDF-ന്റെയും എല്ലാ നേതാക്കന്മാരുമായി സംസാരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അങ്ങനെ ഒറ്റ തിരിഞ്ഞുള്ള അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനങ്ങളല്ല